എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ 2 ദിവസം മുന്നേ ഇട്ട വീഡിയോയ്ക്ക് എല്ലാവരും തന്ന സ്നേഹത്തിന് ഒരുപാട് നന്ദി. ഞങ്ങളുടെ മഹാരാഷ്ട്രയിലെ ഒരു കല്യാണം വീഡിയോയുടെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് എനിക്ക് കുറച്ച് അധികം ആൾക്കാരൊക്കെ അത് കണ്ടു, കമൻസ് ഒക്കെ വന്നായിരുന്നു. അതിന് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളായിട്ടുള്ള വീഡിയോ ആണ്. പക്ഷെ ഇന്നും ഒരു കല്യാണ വീഡിയോ ആണ്. ഇന്ന് വൈകുന്നേരത്തെ ഒരു കല്യാണത്തിന് പോകണം, ഇന്ന് രാത്രിയിൽ ഒരു കല്യാണമുണ്ട്. നിങ്ങൾ വിചാരിക്കും എന്താ കല്യാണ വീഡിയോയോ ഉള്ളൂ എന്ന്. അല്ല, എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് നടക്കുമ്പോഴല്ലേ വീഡിയോ എടുത്ത് ഇടേണ്ടതെന്ന് വിചാരിച്ചു. അതിനു മുമ്പേ ഞാൻ കല്യാണത്തിന് പോകാനായിട്ട് ഞാൻ സ്വന്തമായിട്ട് ഞാനൊരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തെടുത്തു. ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തെന്ന് പറഞ്ഞാൽ ബ്ലൗസ് ഞാൻ കുറച്ച് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ആ ബ്ലൗസിൻ്റെ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ബ്ലൗസ് തയ്ക്കുന്നതൊന്നും എടുത്തില്ല. തയ്ക്കുന്നെടുക്കാൻ എന്നറിയുമോ, എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ഒന്നുമില്ല ബ്ലൗസ് തയ്ക്കാനായിട്ട്. ഞാൻ ഇങ്ങനെ യൂട്യൂബ് നോക്കിയൊക്കെയാണ് ഞാൻ തയ്ക്കുന്നത്. ഇപ്പോൾ കുറേ ബ്ലൗസുകൾ തയ്ച്ചു, ഏകദേശം ബ്ലൗസുകളെല്ലാം ശരിയായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നാൽ ശരിയാവോ ഇല്ലയോ എന്നുള്ളൊരു പേടിയുണ്ട്. ഞാനത് തയ്ക്കുന്നതെന്ന് ഞാനത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. തയ്ച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് പെർഫെക്റ്റ് ആയി, നല്ല ഫിറ്റിങ്സ് ആയിട്ട് കിട്ടി. അപ്പോഴും വിചാരിച്ചു തയ്ച്ച ബ്ലൗസ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അപ്പം നമുക്ക് ആ ബ്ലൗസിൻ്റെ ഇതൊക്കെ ഒന്ന് കാണാം. അതിനു മുന്നേ ഞാനിപ്പോൾ ധനുഷിനെ കോളേജിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ. ഇന്ന് ധനുഷിന് കോളേജ് ഉണ്ടായിരുന്നു, എക്സാം നടക്കുക. അപ്പോൾ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ അടുക്കളയിലേക്ക് വന്നു. കുറച്ച് ഭക്ഷണം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് മീൻ മേടിക്കാൻ പോകണമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ മീൻ മേടിക്കാൻ പോയില്ല. ചോറ് വെക്കണം. അപ്പം ഞാൻ എന്നും ഒന്നും ചോറ് വെക്കത്തില്ല, കുറേ ദിവസമായി ചോറ് വെച്ചിട്ട്. അപ്പം ഇന്ന് ചോറ് വെക്കണം. പിന്നെ സാമ്പാർ രാവിലെ വെച്ചിട്ടാണ് ഞാൻ ധനുഷിനെ കോളേജിൽ വിളിക്കാൻ പോയത്. അപ്പോൾ അതിരിപ്പുണ്ട്, സാമ്പാർ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ചോറൊക്കെ വെക്കട്ടെ, അടുക്കളയിൽ കുറച്ച് പണികളൊക്കെ തീർക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ബ്ലൗസ് വെച്ചത് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ പാത്രം എല്ലാം കഴുകി വെച്ചിട്ട് പോയതാ. ഏകദേശം പണികളൊക്കെ തീർത്തിട്ട് പോയതാ. തുണി കഴുകണമായിരുന്നു, തുണി കഴുകി കുളിച്ച് എല്ലാ പണിയും കഴിച്ചു. അതല്ല, നമ്മുടെ പാർക്കിങ്ങിൽ സ്ഥലമില്ലേ? ഞാനൊന്നും കേട്ടില്ല. ഇല്ല, ചെടി വെച്ച് കഴിഞ്ഞാൽ അകത്തോട്ട് കയറ്റാൻ പറ്റത്തില്ല ആർക്കും. അല്ല, അങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം. അച്ഛൻ പറയുന്നുണ്ടായിരുന്നു ചെയിൻ ഇടണമെന്ന്. നോക്കണം എന്തെങ്കിലും. ആക്കണം, നോക്കാം. ഇതെന്റെ ഫേവറേറ്റ് കപ്പാണ് ചായ കുടിക്കുന്നതിന്റെ. കൊള്ളാമോ? സൂപ്പർ അല്ലേ? പെട്ടെന്നാവട്ടെ. You are too late. I'm not too late. I'm so much late. ധനുഷ് എന്താണെന്ന് ഇപ്പൊ പറഞ്ഞത്, ഞങ്ങളെ വണ്ടി താഴെ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. ആ വണ്ടിക്കകത്ത് 2 ദിവസം മുന്നേ വേറെ ഏതോ വണ്ടി കൊണ്ടുവന്ന് ഇടിച്ച് താഴെ പാർക്ക് ചെയ്തിരുന്ന പാർക്കിങ്ങിൽ, നമ്മുടെ പാർക്കിങ്ങിൽ. അപ്പോൾ വണ്ടി ഇടിക്കുന്ന സൗണ്ട് ഞങ്ങൾ കേട്ട്. പക്ഷെ ഫ്രണ്ടിലുള്ള വീട്ടിലുണ്ടല്ലോ ജോലി നടക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ മുട്ടുന്നതിൻ്റെ നട്ടുന്നതിൻ്റെ ഒക്കെ സൗണ്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിലായിരുന്നു ഈ ഒരു സൗണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് എന്താ അതിൻ്റെ പണി ചെയ്യുന്നതിൻ്റെ സൗണ്ടാന്ന് വിചാരിച്ച് ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. ഞാനും ധനുഷും കേട്ടതാ ഭയങ്കര ഒരു സൗണ്ട്, എന്തോ കയറി ഇടിക്കുന്നതൊക്കെ സൗണ്ട് കേട്ടതാ. അപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചില്ല.
പിന്നെ ചെന്ന് നോക്കിയപ്പോൾ ആ വണ്ടിയുടെ ഒരു സൈഡെല്ലാം കൂടെ ചളിഞ്ഞ് അകത്തേക്ക് പോയിരിക്കുന്നു. ആരാണ് കൊണ്ട് ഇടിച്ചെന്നുള്ളത് അറിയാൻ വയ്യ. അപ്പോൾ ഇടിച്ചവർ ഇടിച്ചിട്ട് പോയി. അപ്പോൾ ഞങ്ങൾ ഞാൻ വീഡിയോ എടുക്കുവാടാ, ഞാൻ വീഡിയോയിൽ പറയുക. അപ്പോ ധനുഷ് ഇപ്പൊ കുളിച്ചിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പൊ അവൻ ചോദിക്കുമായിരുന്നു ഇതൊക്കെ ആരോടാ പറയുന്നതെന്ന്. അങ്ങനെ വണ്ടി ഇടിച്ചിട്ട് പോയി. അപ്പൊ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ വിളിച്ച് ചോദിച്ചു അവരുടെ വണ്ടി എങ്ങനെയാണോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു അവരുടെ വണ്ടിയല്ലെന്ന്. ആരെങ്കിലും വണ്ടി ഇടിച്ചു കഴിഞ്ഞാലും പറയൂല അവരുടെ വണ്ടിയാ ഇടിച്ചെന്നുള്ളത്. പക്ഷെ ആരാന്നറിയാൻ വയ്യ. എന്തായാലും കണ്ടുപിടിക്കണം അത്. അങ്ങനെ അക്കാര്യമാണ് ധനുഷ് ഇപ്പൊ പറഞ്ഞത്, വണ്ടി ഇടിച്ച കാര്യമൊക്കെ. അപ്പൊ പാർക്കിങ് നമുക്കത് ചെയ്യണം, ലോക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞതാണ്. ആശാന് വിശക്കും രക്ഷ ഉണ്ടായിക്കൊടുക്കാം. രാവിലെ പെട്ടെന്ന് ഇറങ്ങിപ്പോയതാ. അതായത് എക്സാം അല്ലായിരുന്നോ, ധൃതിയില്ല. അതുകൊണ്ട് അവൻ അതിലും ഭക്ഷണമൊന്നും കഴിച്ചില്ല. അവന് വിശക്കും. കുറച്ച് ദോശ ഉണ്ടായിക്കൊടുക്കാം. എന്തൊരു കറി വെക്കുന്ന മീൻ മേടിക്കണം വിചാരിച്ചായിരുന്നു. മീൻ മേടിക്കാൻ നടന്നില്ല. നീ എന്തൊരു കറി വെക്കുന്നു? അപ്പം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഞാൻ വൈകുന്നേരത്തെ ഒരു കല്യാണം ഉണ്ട്. കല്യാണത്തിന് പോകാനായിട്ട് 2-3 ബ്ലൗസുകൾ ഡിസൈൻ ചെയ്തു എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ ബ്ലൗസ് കാണിച്ചു തരാം. ഒരേ കളറിലുള്ള 2-3 സാരിയായി. അപ്പോൾ ഒരേ കളറിലുള്ള 2-3 ബ്ലൗസും ആയി. ഇതേ അപ്പം അതിലൊരു ബ്ലൗസാണ് ഇത്. ഇത് ഞാൻ കാണിച്ചു തരാം ഗൈസ്, കാണിച്ചു തരാം. ഞാൻ സ്വന്തമായിട്ട് എൻ്റെ അറിവ് വെച്ച് ഡിസൈൻ ചെയ്തതാണ്. എങ്ങനെയുണ്ട് എന്ന് എല്ലാവരും ഒന്ന് പറയണേ. എൻ്റെ ബുക്കം ഇട്ടോട്ടെ. എന്തൊരു ഇളകിപ്പോയി. എൻ്റെ ഒരു മുത്തങ്ങട്. ഇതാണ് ഞാൻ ഡിസൈൻ ചെയ്ത ഒരു ബ്ലൗസ്. ഡിസൈൻ ചെയ്തത് ഇവിടെ ഇങ്ങനെ, ഇത് ബാക്ക് സൈഡാണേ. ഇവിടെ ഇങ്ങനെ ഒരു ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ ബാക്കിനൊക്കെ ഇങ്ങനെയാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാം. ഇതൊക്കെയാണ് ഞാൻ ഡിസൈൻ ചെയ്ത ബ്ലൗസുകൾ. ആദ്യം നമുക്ക് ഈ ബ്ലൗസ് കാണാം. ഈ ബ്ലൗസിനകത്ത് ഞാൻ ഇങ്ങനെ ഒരു നെക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ സ്ലീവിൻ്റെ 2 സൈഡിലും ഇങ്ങനെ ഒരു പട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട്. ഇതങ്ങനെയാണ് ഈ ബ്ലൗസിൻ്റെ ബാക്ക് സൈഡ് ഡിസൈൻ ചെയ്തത്. പിന്നെ സ്ലീവിലൊന്നും വലുതായിട്ടൊന്നും ഡിസൈൻ ചെയ്തില്ല. അങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ബ്ലൗസ് ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരെണ്ണമാണ് ചെയ്തത്. പക്ഷേ ഇതിൻ്റെ ഈ ലഡ്കൻ ഉണ്ടല്ലോ, കുറച്ച് ഇങ്ങനെ കൊടുത്തു. ഇങ്ങനെ ഒരു ഡിസൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ബ്ലൗസിൻ്റെ ഞാൻ കുറച്ച് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആരി വർക്ക് ചെയ്തിട്ടുണ്ട്. സ്ലീവിലൊക്കെ കുറച്ച് ഹാങ്ങിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ 3 ബ്ലൗസും ഒരേ കളറിലുള്ളതാണ്. അതായത് ഇതും അതിൻ്റെ സാരി ഏകദേശം ഒരേ കളറിൽ വരുന്നതാണ്. എൻ്റെ 3 ഞാൻ 3 ഇതായിട്ട് കൊടുത്തു. പിന്നെ വേറൊരു ബ്ലൗസ്, ഈ ബ്ലൗസിൻ്റെ നെക്ക് ഞാനിങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ട് ഇങ്ങനെ കുറച്ച് അരി വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഇങ്ങനെ പുറകിലുള്ള ഇതാണ്. ഇത് നോക്കി, ഇത് ഞാനിങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു ബ്ലൗസ്, ഇത് ഞാൻ ഇതിൻ്റെ സ്ലീവ് ഇങ്ങനെ ഒരു പഫ് സ്ലീവായിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് പിന്നെ ബോട്ട് നെക്ക് വെച്ചിട്ട് പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ജന്നലൊക്കെ വെച്ചിട്ടുണ്ട് ബാക്ക് സൈഡിൽ. ഇങ്ങനെയാണ് ഞാൻ ഈ ബ്ലൗസ് ചെയ്തത്. ഈ ബ്ലൗസിൻ്റെ ഞാൻ ഫ്രണ്ടിലും കുറച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലും ഞാൻ കുറച്ച് ഡിസൈനായിട്ടാണ് ഫ്രണ്ടിൽ നെക്ക് ചെയ്തേക്കുന്നത്. ഇങ്ങനത്തെ ഒരു നെക്കാണ് ചെയ്തേക്കുന്നത്. ഫ്രണ്ടിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയുള്ള ഒരു നെക്കാണ് ഫ്രണ്ടിലും കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ബ്ലൗസ് വർക്ക് ചെയ്തേക്കുന്നത്.
ഇതാണ് ഞാൻ ഇപ്പോൾ റീസെൻ്റായിട്ട് തച്ച ഒരു ബ്ലൗസ്. ഈ ഒരു ബ്ലൗസ് കൂടെ ഉണ്ടായിരുന്നല്ലോ ഇതേ കളറിലുള്ളത്, കാണിച്ചു തരാം. ഇതും അതേ കളർ തന്നെ, ഏകദേശം ഒരേ കണക്ക് വരുന്ന കളറാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഇന്ന് ഇസ്തിരി ചെയ്തിട്ടില്ല കേട്ടോ, സ്റ്റിച്ച് ചെയ്തിട്ട് അങ്ങനെ മടക്കി വെച്ചതാണ്. ഇനി ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇസ്തിരി ചെയ്യുമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ കൊടുത്തു. ഇതിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ളൊരു ലഡ്കനാണ് കൊടുത്തേക്കുന്നത്. ഇതിങ്ങനെ. പിന്നെ അടുത്തത് ഇങ്ങനെ ഒരു ബ്ലൗസ്, ഇങ്ങനെ ഒരു നെക്ക്. പിന്നെ ഇത് നെക്കിനകത്ത് ഞാൻ കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു നെക്ക്. ഇത് പിന്നെ ഒരു സിമ്പിൾ നെക്കാണ്. ഇതൊരു സിമ്പിൾ നെക്കാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് ഇതിനെ ഞാൻ കുറച്ച് ഷേപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ നെക്കാന്ന് ഞാൻ ഇങ്ങനെ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്, അതേ ഉള്ളൂ. ജാഥ അല്ല, ഒരുപാടൊന്നും ഇതായിട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഇതിങ്ങനെ തരും. ഇത് വൈകുന്നേരം ആയപ്പോൾ കല്യാണ സ്ഥലത്തേക്ക് പോയി. ഇത് ഹൽദിയുടെ പ്രോഗ്രാമാണ്. ഇതാണ് കല്യാണം. ഇതൊരു മലയാളി പെൺകുട്ടിയാണ്, പക്ഷേ കെട്ടുന്ന പയ്യൻ നോർത്ത് ഇന്ത്യൻസ് ആണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കല്യാണമൊക്കെ ഇവിടെ നടക്കുന്നത്. നോർത്ത് ഇന്ത്യൻസിൻ്റെ എല്ലാം രാത്രിയിലാണ് കല്യാണം, അതുകൊണ്ടാണ് രാത്രിയിൽ കല്യാണം. അങ്ങനെ കല്യാണത്തിന് ഞാനും എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ പോയി നല്ല ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനി നമുക്ക് പെൺകുട്ടിയൊന്ന് കാണാം. ഇതാണ് പെൺകുട്ടി. നല്ല സുന്ദരിയായിട്ടുണ്ടായിരുന്നു പെൺകുട്ടി, നല്ല രസമുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞു, നല്ലതുപോലെ ഭക്ഷണമൊക്കെ കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. ആ പെൺകുട്ടിയുടെ ഫോട്ടോ എന്ത് രസമുണ്ടല്ലേ, നല്ല ഒരു നോർത്ത് ഇന്ത്യൻ പെൺകുട്ടിയെ കണക്ക് കാണുന്നു, പക്ഷേ മലയാളി പെൺകുട്ടിയാണ്. ഇനി നമുക്ക് മറ്റൊരു പെൺകുട്ടിയെ കണ്ടാലോ? ഇത് മലയാളി പെൺകുട്ടി കേട്ടോ, നോർത്ത് ഇന്ത്യൻ പെൺകുട്ടിയല്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനം.